പാലക്കാട് ഷാഫി പറമ്പിൽ വിജയിച്ചത് CPM വോട്ടിൽ എന്ന് BJP. MP രാജേഷും ഷാഫി പറമ്പിൽ തമ്മിൽ ഉണ്ടാക്കിയ ധാരണ മെട്രോമാൻ E ശ്രീധരനെ തോൽപ്പിച്ചത്. ഷാഫിയുടെ വിജയത്തിൽ CPMകാർ പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തി. എന്നാൽ ഇതിന് പുകമറയിടാനാണ് വടകരയിലും പാലക്കാട് BJP കോൺഗ്രസ് ധാരണ എന്ന വാദവുമായി മന്ത്രി MP രാജേഷ് രംഗത്തെത്തിയിരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞു. ഇനിയൊരു തിരഞ്ഞെടുപ്പുണ്ടായാൽ പാലക്കാട് BJPയുടെ വിജയം സുനിശ്ചിതമാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. വടകരയിൽ ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് BJP കോൺഗ്രസ് ധാരണ എന്ന ആരോപണവുമായി മന്ത്രി MP രാജേഷ് രംഗത്തെത്തിയത്. എന്നാൽ ഇത് ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കമാണെന്ന് BJP ആരോപിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ കൂടെ വോട്ട് നേടിയാണ് ഷാഫി പാലക്കാട് വിജയിച്ചതെന്ന് AK ബാലനും MP രാജേഷും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഷാഫിക്കും തൃത്താലയിൽ രാജേഷിനും വോട്ട് എന്നതായിരുന്നു CPM കോൺഗ്രസ് ധാരണ. ഷാഫിയുടെ വിജയത്തിൽ പാലക്കാട് CPMകാർ നവമാധ്യമങ്ങളിലൂടെ ആഹ്ലാദ പ്രകടനം വരെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് മറച്ചു പിടിക്കാനാണ് രാജേഷ് പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയുമായ C കൃഷ്ണകുമാർ പറഞ്ഞു. ശ്രീ MP രാജേഷിനെ വിജയിപ്പിക്കാനായിട്ട് ഷാഫി പറമ്പിലും MP രാജേഷും തമ്മിലുണ്ടാക്കിയ ധാരണ പാലക്കാട് ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാനായിട്ട് CPMന്റെ വോട്ടുകൾ നൽകുക എന്നും തൃത്താലയിൽ MP രാജേഷിനെ വിജയിപ്പിക്കാനായിട്ട് അവിടുത്തെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ MP രാജേഷിന് നൽകുക എന്നുള്ള ഉണ്ടാക്കിയ ധാരണ പരസ്യമായിട്ടുള്ള ധാരണയായിരുന്നു. ഷാഫി പറമ്പിലും MP രാജേഷും തമ്മിലുണ്ടാക്കിയ ഈ ധാരണ പാലക്കാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ ധാരണകളെല്ലാം ഇല്ല, അതിനെല്ലാം പുകമറയിടാനായിട്ടാണ് MP രാജേഷിൻ്റെ ഈ പ്രസ്താവന. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം രണ്ട് മുന്നണികളുടെയും രണ്ട് പാർട്ടികളുടെയും യാതൊരു വിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളിവിടെ രണ്ട് പാർട്ടികളെയും LDFനെയും UDFനെയും എതിർത്തിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. ഞങ്ങൾ INDA സഖ്യത്തോടാണ് ഇവിടെ മത്സരിക്കുന്നത്. മെട്രോമാൻ E ശ്രീധരനെ തോൽപ്പിച്ച ദുഃഖം പാലക്കാട്ടുകാർക്കുണ്ട്. ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടായാൽ പാലക്കാട് BJPയുടെ വിജയം ഉറപ്പാണ്. ഈ പൾസ് തിരിച്ചറിഞ്ഞാണ് MP രാജേഷ് മുൻകൂർ ജാമ്യം എടുക്കുന്നത് എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട്ടത്തെ ജനങ്ങൾ മെട്രോമാൻ E ശ്രീധരൻ സാറുടെ പരാജയപ്പെടുത്തിയതിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ആളുകളാണ്. E ശ്രീധരൻ സാറ് വിജയിച്ചിരുന്നുവെങ്കിൽ പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയായിരുന്നു. ഇന്ന് E ശ്രീധരൻ സാറിനെതിരായി വോട്ട് ചെയ്ത ആളുകൾ പോലും അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നതാണ്. അതുകൊണ്ടാണ് പാലക്കാട്ടിലെ ജനങ്ങളുടെ മനസ്സ്, അവരുടെ പൾസും MP രാജേഷ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഇവിടെ ബൈ ഇലക്ഷൻ വന്നാൽ 10,000-കണക്കിന് വോട്ടിന് NDAയുടെ സ്ഥാനാർത്ഥി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി വെറും 3,859 വോട്ടുകൾക്ക് തലനാരിഴയ്ക്കാണ് BJP സ്ഥാനാർത്ഥി മെട്രോമാൻ E ശ്രീധരനെതിരെ വിജയിച്ചത്. മാത്രമല്ല മണ്ഡലത്തിൽ CPMന്റെ വോട്ടിൽ 5,000-ലേറെ വോട്ടുകളുടെ കുറവും സംഭവിച്ചിരുന്നു. ജനം, പാലക്കാട്.